ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 64 പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 64 എന്താണ് പറയുന്നത്? രണ്ട് വെയിറ്റുകൾ W1 W2 എന്ത് ചെയ്യുകയാണ്? ഒരു സ്ട്രിങ്ങിന്റെ രണ്ടറ്റത്ത് എന്ത് ചെയ്തിരിക്കുകയാണ്? പിന്നെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ആ സ്ട്രിങ് എന്ത് ചെയ്യും? ഒരു പുള്ളിയുടെ മുകളിലൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ആ സ്ട്രിങ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ നോക്കൂ, ക്വസ്റ്റ്യൻ തീർന്നില്ല. ഇഫ് ദ പുള്ളി ഈസ് പുൾഡ് അപ്പ് അറ്റ് ആൻ ആക്സിലറേഷൻ G. നോക്കൂ, പുള്ളി മൊത്തത്തിൽ G എന്നുള്ള ആക്സിലറേഷനോട് കൂടി മുകളിലേക്ക് പോവുകയാണ്. ഓക്കെ, എങ്കിൽ എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് വിൽ ബി. അപ്പൊ നോക്കൂ, ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് വിൽ ബി, സ്ട്രിങ്ങിലെ ടെൻഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, നിങ്ങൾക്ക് ലിഫ്റ്റിലെ അതേ എന്താണ് മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നോക്കൂ, റെസ്റ്റിലിരിക്കുന്ന അല്ലെങ്കിൽ ഒരു വസ്തു ഒരു യൂണിഫോം ആക്സിലറേഷനോടുകൂടി മുകളിലേക്ക് പോവുകയാണ് എങ്കിൽ ആ തിയറി പറയുന്നത് എന്താണ്? എഫക്റ്റീവ് വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ G പ്ലസ് പോകുന്ന ആക്സിലറേഷൻ എത്രയാണോ അതാണ്. ഓക്കെ, സംശയമൊന്നുമില്ല. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ PDF എടുത്ത് നോക്കാം. ആ ലിഫ്റ്റിന്റെ അതേ പ്രോബ്ലമാണ്. നോക്കൂ, യൂണിഫോം ആക്സിലറേഷനോട് കൂടി മുകളിലേക്ക് പോവുകയാണെങ്കിൽ എഫക്റ്റീവ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? അത് G അല്ല, പിന്നെയോ G പ്ലസ് പോകുന്ന ആക്സിലറേഷൻ എത്രയാണോ അത്. അപ്പൊ നോക്കൂ, ഈ പുള്ളി മാസ് സിസ്റ്റം മുകളിലേക്ക് പോവുകയാണ്. ഏത് ആക്സിലറേഷനിലാണ്? G എന്നുള്ള ആക്സിലറേഷനിലാണ്. അപ്പൊ എഫക്റ്റീവ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയായിരിക്കും? G പ്ലസ് G ഈസ് ഈക്വൽ ടു 2G ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം ടെൻഷൻ ഒരു സ്ട്രിങ്, ഈ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഈ പുള്ളി മാസ് സിസ്റ്റത്തിന്റെ ഈ സ്ട്രിങ്ങിലെ ടെൻഷൻ കണ്ടെത്താനുള്ള ഫോർമുല എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ്? 2 ഇൻറ്റു ഫസ്റ്റ് മാസ് ഇൻറ്റു സെക്കൻഡ് മാസ് ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2, അല്ലെങ്കിൽ 2M1 M2 ഡിവൈഡ് ബൈ M1 പ്ലസ് M2 ഇൻറ്റു G'. എന്തുകൊണ്ടാണ് ഇവിടെ G' കൊടുത്തത്? കാര്യം ഈ സിസ്റ്റത്തിൽ എന്താണ്? G അല്ല, പക്ഷേ എഫക്റ്റീവ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G' ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം, നോക്കൂ, ഇവിടെ M1 പകരം W1 എന്ന് കൊടുത്തേ ഉള്ളൂ. കാര്യം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് എത്താൻ വേണ്ടി രണ്ടും ഒന്ന് തന്നെയാണ്. W1 ഇൻറ്റു W2 ഡിവൈഡ് ബൈ W1 പ്ലസ് W2 ഇൻറ്റു G' പകരം നമുക്ക് എത്ര എന്താണ് കിട്ടിയത്? 2G ആണ് കിട്ടിയത്. നോക്കൂ, അതെടുത്ത് എന്ത് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു 2 4 W1 W2 ഡിവൈഡഡ് ബൈ W1 പ്ലസ് W2 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ്. അപ്പോൾ നോക്കൂ, 64th ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? 64th ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 84 പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 84 വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് സർഫസുകൾ തമ്മിലുള്ള കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.2 ആണെന്ന് തന്നിട്ടുണ്ട്. രണ്ട് സർഫസുകൾ തമ്മിലുള്ള കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.2 ആണ് എങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ദ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ദി ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, ഫ്രിക്ഷൻ എന്നുള്ള ടോപ്പിക്കിൽ ഇത് വളരെ സിമ്പിൾ ആയി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ട് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. PDF എന്താണ്? വളരെ സിമ്പിൾ ആയി കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടാവണമെന്ന് തോന്നുന്നു. ഈ റിലേഷൻ വളരെ പ്രധാനപ്പെട്ട റിലേഷനാണ്. നോക്കൂ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ തീറ്റയാണ് എങ്കിൽ ടാൻ തീറ്റ എന്നത് കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തുല്യമായിരിക്കും. ഓക്കെ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ തീറ്റയാണ് എങ്കിൽ ടാൻ തീറ്റ എന്നത് കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനായ മ്യൂവിന് തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാൻ. നോക്കൂ, കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എത്രയാണ് തന്നിട്ടുള്ളത്? 0.2 ആണ്. 0.2. അപ്പൊ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 0.2 എന്ന് എഴുതാം. നോക്കൂ, ഇനി നിങ്ങളുടെ ഓപ്ഷൻ ശ്രദ്ധിച്ചേ. നിങ്ങളുടെ ഓപ്ഷനിൽ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 0.2 എന്ന് വന്നാൽ ധൈര്യമായി നിങ്ങൾക്ക് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 0.2 എന്ന് എഴുതാം. പക്ഷേ നിങ്ങളുടെ ഓപ്ഷൻ ശ്രദ്ധിച്ചേ, ഓപ്ഷനിൽ ടാൻ ഇൻവേഴ്സ് 0.2 എന്നൊന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ മറ്റ് ഓപ്ഷൻസിലേക്ക് നോക്കണം. അപ്പൊ നോക്കൂ, 0.2 എന്നതിനെ നിങ്ങൾക്ക് 1/5 എന്ന് എഴുതാം, അല്ലേ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 0.2, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 ഈസ് ഈക്വൽ ടു 1/5. ടാൻ തീറ്റ 1/5 ആണെങ്കിൽ കോട്ട് തീറ്റ എന്തായിരിക്കും? ഇതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും, 5 ആയിരിക്കും. ഇനി നിങ്ങൾക്ക് തീറ്റ ഒന്ന് എഴുതി നോക്കിയേ, കോട്ട് ഇൻവേഴ്സ് 5 എന്ന് എഴുതാം. നോക്കൂ, കോട്ട് ഇൻവേഴ്സ് 5 എന്നുള്ളൊരു ഓപ്ഷൻ എവിടെ ഉണ്ട്? നിങ്ങളുടെ ഓപ്ഷൻസിലുണ്ട്. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. എന്നാൽ നേരെ മറിച്ച് ടാൻ ഇൻവേഴ്സ് 0.2 എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കോട്ട് ഇൻവേഴ്സ് 5 ഓപ്ഷനിൽ ഇല്ല. എന്താണ് ഓപ്ഷനിൽ അവർ കൊടുത്തിട്ടില്ലായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കേണ്ട എന്താണ്? ഒന്നുകിൽ ടാൻ ഇൻവേഴ്സ് 0.2 എന്ന ഓപ്ഷനിൽ കാണും, അല്ലെങ്കിൽ കോട്ട് ഇൻവേഴ്സ് 5 എന്ന് കാണും. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ എന്ത് ചെയ്യുക? ചിന്തിച്ച് നോക്കുക. ചാടി കയറി എന്ത് ചെയ്യരുത്? ഒരിക്കലും ആൻസർ ചെയ്യരുത്. ആലോചിച്ചിട്ടേ ചെയ്യാവൂ. ഓപ്ഷൻ ഡി ആണ്. 84th ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്തത് 88ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എന്താണ്?
ഒന്ന് ആലോചിച്ചാൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, വളരെ എളുപ്പമാണ്. എ ബോൾ ഓഫ് മാസ് എം ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ്. വാട്ട് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ മൊമെന്റം ഓഫ് ദ ബോൾ ചേഞ്ചസ്? നോക്കൂ, മൊമെന്റം ചേഞ്ച് ചെയ്യുന്ന റേറ്റിനെ നിങ്ങൾ വിളിക്കുന്ന പേരെന്താണ്? അതാണ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ നോക്കൂ, മുകളിലേക്ക് എറിഞ്ഞ വെർട്ടിക്കലി അപ്വേർഡ്സ് ആയി എറിഞ്ഞ ഒരു ബോളിനെ എന്താണ്, അതിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്താണ്? അത് mg ആണ്. നോക്കൂ, ആ mg തന്നെയാണ് എന്ത്? ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് ദ ഫോഴ്സ്. അപ്പൊ നോക്കൂ, ആൻസർ എത്രയാണ്? 88ന്റെ ആൻസർ ബി ആണ്, mg ആണ് ബി. നോക്കൂ, അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നുകൂടി വായിക്കാം. ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് നത്തിങ് ബട്ട് ഫോഴ്സ്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്താണ്? dp/dt എന്നൊക്കെ ന്യൂട്ടന്റെ എന്താണ് സെക്കൻഡ് ലോയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അടുത്തതായി നമുക്ക് 92 ക്വസ്റ്റ്യൻ നമ്പർ 92ലേക്ക് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 92 എന്താണ് പറയുന്നത്? നോക്കൂ, എ മെഷീൻ ഗൺ മൗണ്ടഡ് ഓൺ എ 2000 kilogram car. A machine gun mounted on a 2000 kilogram car on a horizontal frictionless surface. നോക്കൂ, fires 10 bullets per second. അപ്പോൾ നിങ്ങൾ ആ സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യുക. എന്താണ്, 2000 കിലോഗ്രാം മാസുള്ള ഒരു കാറിൽ ഒരു മെഷീൻ ഗൺ എന്ത് ചെയ്തിരിക്കുകയാണ്? മൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഒരു ഫ്രിക്ഷൻലെസ് സർഫസിലാണ്. മെഷീൻ ഗൺ എന്താണ്? ഒരു സെക്കൻഡിൽ 10 ബുള്ളറ്റ് എന്ന എന്താണ് നിരക്കിലാണ് മെഷീൻ ഗൺ എന്ത് ചെയ്തിരിക്കുന്നത്? ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഓരോ ബുള്ളറ്റിന്റെയും മാസ് 10 ഗ്രാം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഓരോ ബുള്ളറ്റിന്റെയും വെലോസിറ്റി എന്നത് 500 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ദി ആക്സിലറേഷൻ ഓഫ് ദ കാർ. കാറിന്റെ ആക്സിലറേഷൻ എന്താണ്? നോക്കൂ, ഒരു വസ്തുവിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ആ വസ്തുവിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ അതിന്റെ മാസ്. കാര്യം എന്താണ്? F=ma എന്നുള്ള റിലേഷൻ ആണ്. നോക്കൂ, ഈ ഫോഴ്സ്, അതായത് കാറിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കാറിൽ ആരാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? മെഷീൻ ഗണ്ണിൽ നിന്നും പോകുന്ന ഓരോ ബുള്ളറ്റുകളും എന്ത് ചെയ്യുകയാണ്? ഇപ്പോൾ റീകോയിൽ ഓഫ് ഗൺ പോലെ എന്താണ്, കാറിൽ ആ രീതിയിലുള്ള ഫോഴ്സ് ആണ്. അതായത് മെഷീൻ ഗണ്ണിൽ നിന്നും ഓരോ ബുള്ളറ്റ് പോകുമ്പോഴും എന്താണ്, കാർ എന്ത് ചെയ്യുന്നു? റീകോയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഗൺ റീകോയിൽ ചെയ്യുന്നു. അപ്പൊ കാർ എന്താണ്? റീകോയിൽ ചെയ്യപ്പെടുന്നു. അപ്പോൾ ആ റീകോയിൽ ചെയ്യുവാനായി എന്താണ് അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആണ് കാറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് സിംപിളി നമ്മൾ പറഞ്ഞത്. നോക്കൂ, നിങ്ങൾക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊട്ട് എന്താണ് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടോട്ടൽ, ദ മൊമെന്റം, ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, അതാണ് ഫോഴ്സ്. അപ്പൊ നോക്കൂ, mnv എന്ന് പറഞ്ഞാൽ എന്താണ്? m എന്ന് പറഞ്ഞാൽ ബുള്ളറ്റിന്റെ മാസ്, n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ബുള്ളറ്റ്സ് പെർ യൂണിറ്റ് ടൈം ഇൻറ്റു v. നോക്കൂ, അതെന്താണ്? ഓരോ സെക്കൻഡിലും കാറിൽ ഇമ്പാർട്ട് ചെയ്യപ്പെടുന്ന മൊമെന്റമാണ് ഇതായി പറഞ്ഞിരിക്കുന്നത്. അതായത് ഓരോ ബുള്ളറ്റ് പോകുമ്പോഴും എന്ത് സംഭവിക്കുന്നു? റീകോയിൽ സംഭവിക്കുന്നു. അപ്പോൾ ഒരു ഫോഴ്സ് കാറിൽ ആക്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ നോക്കിക്കേ, മൊമെന്റം ഇമ്പാർട്ടഡ് ടു ദ കാർ പെർ സെക്കൻഡ്. പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ ടൈം ആണ്. അപ്പൊ നോക്കൂ, അവിടെ കിട്ടുന്നത് എന്താണ്? ഫോഴ്സ് ആണ്. അപ്പൊ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? m എന്ന് പറഞ്ഞാൽ എന്താണ്? ബുള്ളറ്റിന്റെ മാസ് ആണ്. m n, നമ്പർ ഓഫ് ബുള്ളറ്റ്സ് പെർ സെക്കൻഡ് ഇൻറ്റു v. അപ്പൊ നോക്കൂ, ഇത് മൊമെന്റം ഇമ്പാർട്ടഡ് പെർ സെക്കൻഡ് ആണ്. കാര്യം എന്താണ്? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനിലൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നോക്കൂ, mnv. അപ്പൊ എന്തായി? കാറിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആയി, ഡിവൈഡഡ് ബൈ എന്താണ്? മാസ്. അപ്പൊ നോക്കൂ, എമ്മിന്റെ സ്ഥാനത്ത് നമുക്ക് വേരിയബിളുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.01 കിലോഗ്രാം ആക്കണം ബുള്ളറ്റിന്റെ മാസിനെ, ഇൻറ്റു 10 ഇൻറ്റു 500 വെലോസിറ്റി ആണ്, ഡിവൈഡ് ബൈ 2000 ഇസ് ഈക്വൽ ടു 1/40 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ 92nd ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 101 101ലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്?
നമ്മൾ മുമ്പ് പരിചയപ്പെട്ട ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. നോക്കൂ, 2 masses 3 kilogram and 5 kilogram are suspended from the ends of an unstretchable massless cord passing over a frictionless പുള്ളി. അപ്പൊ നോക്കൂ, നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യാം. 3 കിലോഗ്രാം 5 കിലോഗ്രാം പുള്ളിക്ക് എന്താണ്, പുള്ളിയിൽ എന്ത് ചെയ്തിരിക്കുന്നു, സസ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നു, ഒരു കോഡ് ഉപയോഗിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നു. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, വെൻ ദ മാസസ് ആർ റിലീസ്ഡ് ദ പ്രഷർ ഓൺ ദ പുള്ളി ഈസ്. നോക്കൂ, ഈ 2 മാസുകളും സസ്പെൻഡ് ചെയ്തിട്ട് റിലീസ് ചെയ്യുമ്പോൾ പുള്ളിയിൽ അനുഭവപ്പെടുന്ന പ്രഷർ എന്താണ്, എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, നിങ്ങൾ ഓപ്ഷൻ ശ്രദ്ധിച്ചാൽ അറിയാം. എന്താണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്? 2 kgf, 7.5 kgf, 8 kgf, 15 kgf and 30 kgf എന്നാണ്. kgf എന്ന് പറഞ്ഞാൽ എന്താണ്, സിനിമയൊന്നും അല്ല, പിന്നെന്താണ്, അതൊരു യൂണിറ്റ് ആണ്. നോക്കൂ, കിലോഗ്രാം ഫോഴ്സ് എന്നൊരു യൂണിറ്റ് ആണ്. അത് എന്താണ്, പ്രഷറിന്റെ യൂണിറ്റ് ആണ്. എന്ത്, കിലോഗ്രാം ഫോഴ്സ്. ഓക്കെ, പ്രഷറിന്റെ യൂണിറ്റ് ആണ് എന്ത്, കിലോഗ്രാം ഫോഴ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്ക് വേണമെങ്കിൽ ഫോഴ്സിനെയും kgf രൂപത്തിൽ എന്ത് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ നോക്കൂ, അതിന്റെ കൺവേർഷൻ ആണ്. നോക്കൂ, 1 kgf എന്നത് 9.8 ന്യൂട്ടൺ ആണ്. ഓക്കെ, 1 kgf എന്നത് 9.8 ന്യൂട്ടൺ ആണ്. അപ്പൊ നോക്കൂ, നിങ്ങൾക്കറിയാം ഈ രീതിയിൽ ഉള്ള ഒരു കണക്റ്റഡ് മാസ് സിസ്റ്റത്തിലെ ടെൻഷൻ എന്താണെന്ന് എഴുതാൻ നിങ്ങൾക്കറിയാം. എന്താണ്, 2m1m2/m1+m2 × g. അത് നിങ്ങൾക്ക് എന്താണ്, കഴിഞ്ഞ ഈ PDF നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി എടുക്കാം. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ g നോക്കൂ, g എന്നതിന്റെ വാല്യൂ എത്രയാണ്, 9.8 ആണ്. അപ്പൊ നോക്കൂ, ഇതിനെ നമുക്ക് kgf ലേക്ക് മാറ്റാം. എങ്ങനെ മാറ്റാം, ഒരു g എന്നത് എന്താണ്, ഒരു kgf ആണ്. അപ്പൊ നോക്കൂ, 2m1m2/m1+m2 kgf എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മാറ്റാം. അപ്പൊ നോക്കൂ, ഇനി ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. 2 × m3 × 5 ഡിവൈഡ് ബൈ 3 + 5 15/4 kgf ആണ്. എത്ര, ടെൻഷൻ ഫോഴ്സ് ആണ്. അത് ന്യൂട്ടണിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ അതിനെ എങ്ങോട്ട് മാറ്റിയിരിക്കുന്നു, kgf ലേക്ക് മാറ്റിയിരിക്കുന്നു. ഇനി നമ്മൾ ക്വസ്റ്റ്യന്റെ കോർ ഭാഗത്തേക്ക് വരാം. എന്താണ്, പ്രഷർ ഓൺ ദ പുള്ളി. നോക്കൂ, ടെൻഷൻ ഈ വശത്തും എന്തുണ്ട്, ടെൻഷൻ ഫോഴ്സ് ഉണ്ട്, ഈ വശത്തും ടെൻഷൻ ഫോഴ്സ് ഉണ്ട്. പക്ഷേ കോഡിൽ ആകെയുള്ള ടെൻഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ്, ടെൻഷൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ ഇവിടെ എന്താണ്, പ്രഷർ ഓൺ ദ പുള്ളി. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, പുള്ളിയിൽ ഒരു യൂണിറ്റ് ഏരിയയിൽ ചെലുത്തപ്പെടുന്ന ഫോഴ്സ് ആണ്, എക്സേർട്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആണ് പ്രഷർ. നോക്കൂ, ഇവിടെ T എന്നുള്ള ഫോഴ്സ് പുള്ളിയിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്നു, ഇവിടെയും T എന്നുള്ള ഫോഴ്സ് പുള്ളിയിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ടോട്ടൽ 2T ഫോഴ്സ് എന്ത് ചെയ്യുന്നു, പുള്ളിയിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്നു പെർ യൂണിറ്റ് ഏരിയ. അപ്പൊ നോക്കൂ, പ്രഷർ ഓൺ ദ പുള്ളി നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, 2 × T ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 15/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 7.5 kgf. ഓപ്ഷൻ ബി ആണ് ആൻസർ. 7.5 kgf ആണ്. നോക്കൂ, ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. വേണ്ട, ഓക്കെ, ആൻസർ എത്രയാണ്, ആൻസർ ബി ആണ്, 7.5 kgf. ഓക്കെ, അടുത്തായി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 129 പോകാം. നോക്കൂ, ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്, ഒരു പാർട്ടിക്കിൾ ഒരു ഫ്രിക്ഷൻലെസ് ഹെമിസ്ഫെറിക്കൽ സർഫസിന്റെ ഹയസ്റ്റ് പോയിന്റിലിരിക്കുകയാണ്. അപ്പം നോക്കൂ, അതിനെ സ്ലൈഡ് ചെയ്യാൻ അനുവദിച്ചാൽ എന്ത് ചെയ്യുന്നു, അത് ഒരു പ്രത്യേക പോയിന്റിൽ എത്തുമ്പോൾ ഈ സർഫസിൽ നിന്ന് ലീവ് ചെയ്യുന്നു. അപ്പോൾ ആ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്താണ് അപ്പോൾ കണ്ടുപിടിക്കേണ്ടത്, ദ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ അറ്റ് വിച്ച് ഇറ്റ് വിൽ ലീവ് ദ സർഫസ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ, ഇതാണ് ഫൈനൽ പൊസിഷൻ. അതായത് ഈ പാർട്ടിക്കിൾ ലീവ് ചെയ്യുന്ന സർഫസ്, ഇത് ഹെമിസ്ഫെറിക്കൽ സർഫസിന്റെ റേഡിയസ് ആണ് r. നോക്കൂ, ഇതാണ് തീറ്റ. അപ്പൊ നോക്കൂ, ഈ ലീവ് ചെയ്യുന്ന ഈ സർഫസിൽ ഇതിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്ന നോക്കൂ, mg താഴേക്കാണ്. ഈ mgയെ നമുക്ക് 2 കമ്പോണന്റുകളാക്കി റിസോൾവ് ചെയ്യാം. നമ്മൾ ഒരുപാട് പ്രോബ്ലംസിൽ അങ്ങനെ ചെയ്തതാണ്. നോക്കൂ, ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയാണ്. അപ്പോൾ തീറ്റയോട് അടുത്ത് കിടക്കുന്ന കമ്പോണന്റ് കോസ് തീറ്റ ആയതുകൊണ്ട് ഇത് mg കോസ് തീറ്റ എന്ന കമ്പോണന്റും ഇത് mg സൈൻ തീറ്റ എന്നുള്ള കമ്പോണന്റുമാണ്. ഇത് നോക്കൂ, ഇത് നോർമൽ റിയാക്ഷൻ ആണ്. ഓക്കെ,
അപ്പോൾ നോക്കൂ, പാർട്ടിക്കിൾ ലീവ് ചെയ്യുന്ന ഹൈറ്റ്, അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഏത് ഹൈറ്റിൽ വെച്ചാണ് ഈ പാർട്ടിക്കിൾ ലീവ് ചെയ്യുന്നത് എന്നതാണ് എച്ച് കൊണ്ട് സൂചിപ്പിക്കുന്നത്. നോക്കൂ, ഈ ട്രയാങ്കിളിൽ നിന്നും നിങ്ങൾക്ക് കോസ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസന്റ് സൈഡ് എച്ച് ആണ്, ഹൈപ്പോട്ടന്യൂസ് ആർ ആണ്. അപ്പോൾ നോക്കൂ, എച്ച് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. നോക്കൂ, സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കുലാർ മോഷൻ ഒരു പാർട്ടിക്കിൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന് സർക്കുലാർ മോഷൻ മോഷനിൽ നിൽക്കാൻ സഹായിക്കുന്ന ഫോഴ്സാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അതാണ് സിംപ്ലി അതിന്റെ ഡെഫിനിഷൻ. നോക്കൂ, സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഫോർമുല എന്താണ്? എം വി സ്ക്വയർ ബൈ ആർ ആണ്. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ഓഫ് ദ ഓർബിറ്റ്, അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ദ പാത്ത്, സർക്കിൾ. ഓക്കെ, അപ്പൊ നോക്കൂ, ഇതിൽ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ജനറൽ ആണ്. ജനറൽ ആയിട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് ആർ സൂചിപ്പിക്കുന്നത്. നമ്മുടെ പ്രോബ്ലത്തിൽ ഈ ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്യാപിറ്റൽ ആർ ആയിരിക്കും. അപ്പൊ നോക്കൂ, നമ്മുടെ പ്രോബ്ലത്തിൽ നിന്നും ഇതിനെ എന്ത് കൊടുക്കാം? സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? നോക്കൂ, ഈ പോയിന്റിൽ എന്താണ്? ഈ പാർട്ടിക്കിളിനെ ഇങ്ങോട്ട് ആണ് അട്രാക്ഷൻ. നോക്കൂ, എം ജി കോസ് തീറ്റയാണ് ഈ പാർട്ടിക്കിളിനെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, സെന്റർ സീക്കിംഗ് ഫോഴ്സ് ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പൊ ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? എം ജി കോസ് തീറ്റയാണ്. അപ്പൊ എം ജി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ എന്ന് നമുക്ക് എഴുതാം. എം വി സ്ക്വയർ ബൈ ആർ എന്ന് എഴുതാം. ഓക്കെ, ഈ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ഈ ആർ എന്ന് പറഞ്ഞാൽ ജനറൽ ഡിസ്റ്റൻസ് ആണ്. തൊട്ട് താഴെ പോകുമ്പോൾ എന്ത് ചെയ്യും? ഈ ആറിന് വരെ നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ ആർ എന്ന് എഴുതും. ഓക്കെ, അപ്പൊ നോക്കൂ, ഇതിന് എന്ത് എഴുതാം? എം ക്യാൻസൽ ചെയ്ത് കളയാം. ജി കോസ് തീറ്റ ഇസിക്കൽ ടു വി സ്ക്വയർ ബൈ ആർ. വി സ്ക്വയർ ഇസിക്കൽ ടു എന്താണ്? ആർ ജി കോസ് തീറ്റ എന്ന് എഴുതാം. ഇത് ജനറൽ ഡിസ്റ്റൻസ് ആണ്. നമ്മൾ താഴേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? ഇതിനെ ആർ എന്ന് എഴുതും. ഓക്കെ, നോക്കൂ, ഇനി നമ്മൾ പ്രോബ്ലത്തിന്റെ കോർ പാർട്ടിലേക്ക് കടക്കുന്നു. പ്രോബ്ലം എങ്ങനെ ചെയ്യുമെന്ന് നോക്കുന്നു. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഉപയോഗിച്ചാണ് പ്രോബ്ലം ചെയ്യുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനിഷ്യൽ ആയിട്ട് ഉണ്ടാകുന്ന ടോട്ടൽ എനർജിയും ഫൈനലി നമ്മൾ കണ്ടുപിടിക്കുന്ന ടോട്ടൽ എനർജിയും സെയിം ആയിരിക്കും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, എനർജി കൺസർവ്ഡ് ആയിരിക്കും, ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ പാർട്ടിക്കിൾ ജേണി ആരംഭിക്കുന്ന സമയത്ത് ഇതിന് എൻറ്റയർലി പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. നോക്കൂ, ഇവിടെ റെസ്റ്റിലാണ്, കൈനറ്റിക് എനർജി ഇല്ല, എൻറ്റയർലി പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എന്താണ്? എം ജി എച്ച് ആണ്. അല്ലെങ്കിൽ ഇവിടെ എന്താണ്? എം എച്ചിന് പകരം ആർ ആണ്. നോക്കൂ, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ആണ്. അപ്പോൾ എം ജി ആർ ആണ് എന്ത്? ഇനിഷ്യലി ഉള്ള ടോട്ടൽ എനർജി. ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കൂ, ഇതെന്താണ്? ഹാഫ് എം വി സ്ക്വയർ. നോക്കൂ, ഈ റേഡിയസ് എന്താണ്? ഈ പാത്തിലൂടെ വരുമ്പോൾ വി വെലോസിറ്റി ആർജിക്കുമ്പോൾ ഇതിനെന്താണ്? കൈനറ്റിക് എനർജി ഉണ്ടാകുന്നു. അപ്പൊ ഇവിടെ നിന്നും പൊട്ടൻഷ്യൽ എനർജി എന്താകുന്നു? കൈനറ്റിക് എനർജിയായി മാറുന്നു. കൈനറ്റിക് എനർജി മാത്രമല്ല, കൈനറ്റിക് എനർജി കൂടെ ഉണ്ട്. നോക്കൂ, കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്താണ്? ഹാഫ് എം വി സ്ക്വയർ. നോക്കൂ, ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഈ പോയിന്റിൽ എത്തുമ്പോഴുള്ള എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ഈ പോയിന്റിൽ എൻറ്റയർലി പൊട്ടൻഷ്യൽ എനർജിയാണ്. ഈ പോയിന്റിൽ എത്തുമ്പോൾ എന്താണ്? ഇതിന് കൈനറ്റിക് എനർജിയും ഉണ്ട്, പിന്നെന്താണ്? പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്. നോക്കൂ, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു പ്രത്യേക ഹൈറ്റിലാണുള്ളത്. നോക്കൂ, ആ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് ആണ്. അപ്പോൾ ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എം ജി എച്ച് ആണ്. എച്ചിന് പകരം ആർ കോസ് തീറ്റ എന്നും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും? ഹാഫ് എം വി സ്ക്വയർ പ്ലസ് എം ജി ആർ കോസ് തീറ്റ എന്ന് കിട്ടും. എം ജി ആർ കോസ് തീറ്റ. അപ്പോൾ ഇതിന് എന്ത് കിട്ടും? എം ക്യാൻസൽ ചെയ്ത് കളയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? വിച്ച് ഇംപ്ലൈസ് ജി ആർ ഈക്വൽ ടു ഹാഫ് ജി ആർ കോസ് തീറ്റ പ്ലസ് ജി ആർ കോസ് തീറ്റ. അപ്പോൾ നോക്കൂ, ജി ആർ എല്ലാത്തിൽ നിന്ന് കോമൺ ആയിട്ടുണ്ട്, ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെ 1 ഈക്വൽ ടു ഹാഫ് കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ. അപ്പോൾ നോക്കൂ, ഇതിനെ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 2, അല്ലെങ്കിൽ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 2/3. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു എത്ര? കോസ് ഇൻവേഴ്സ് 2/3 എന്ന് കിട്ടും. കോസ് ഇൻവേഴ്സ് 2/3 എന്ന് കിട്ടും. കോസ് ഇൻവേഴ്സ് 2/3. അപ്പൊ നോക്കൂ, ഇവിടെ എങ്ങനെ ഇതിലേക്ക് വന്നു? അവിടെയാണ് നമുക്ക് എന്തിന്റെ ആവശ്യം? ഈ ഇക്വേഷന്റെ ആവശ്യം. ഇവിടെ എന്താണ്? വിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? ക്യാപിറ്റൽ ആർ കൊടുക്കുന്നു. ക്യാപിറ്റൽ ആർ കൊടുത്തിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? വിക്ക് പകരം എന്ത് കൊടുക്കുന്നു? വിക്ക് പകരം നിങ്ങൾ ക്യാപിറ്റൽ ആർ ജി കോസ് തീറ്റ എന്ന് കൊടുക്കുന്നു. ഹാഫ് ഇവിടെ ഉണ്ട്, എം ഉണ്ട്, എം ഉണ്ടായിരുന്നു, എം നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഓക്കെ, അതിനുശേഷം ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താണ് ഇതിലേക്ക് വരുന്നത്. അപ്പൊ നോക്കൂ, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇത് ചെയ്തു വെച്ചതിന് ശേഷം എന്താണ്? വിക്ക് പകരം നമ്മൾ ഇവിടെ കൊടുക്കുമ്പോഴാണ് ഏത് കിട്ടുന്നത്? ഈ ഫോർമുല കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? കോസ് തീറ്റ ഇസിക്കൽ 2/3, തീറ്റ ഇസിക്കൽ ടു കോസ് ഇൻവേഴ്സ് 2/3. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ആൻസർ സി ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഡയഗ്രാം എന്ത് ചെയ്യുക? നന്നായി ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ആ റീസണിങ്ങിലേക്ക് എങ്ങനെയാണ് എത്തിയതെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ അവസാനം കിട്ടുന്ന ആൻസർ എത്രയാണ്? കോസ് ഇൻവേഴ്സ് 2/3. ആൻസർ എത്ര? സി ആണ്. ഓപ്ഷൻ സി 129. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്.
ഓക്കെ.